വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിലും അർബൻ ബാങ്കിലെ നിയമനക്കോഡ് ആരോപണത്തിലും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. നിയമനക്കോടയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച 2 പരാതികൾ ബത്തേരി ഡിവൈഎസ്പിക്ക് കൈമാറി. ബാങ്ക് നിയമനവും തുടർന്നുണ്ടായ ബാധ്യതയും ആത്മഹത്യക്ക് കാരണമായോ എന്നും പരിശോധിക്കും. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, നേരത്തെ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണവും വരുന്നു. എത്ര കണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയാണ് ഇപ്പോൾ പല തലങ്ങളിലുള്ള അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. നേരത്തെയുള്ള പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ്? ബത്തേരി ഡിവൈഎസ്പി KK അബ്ദുൽ ഷരീഫിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വിജിലൻസിന് കൂടി കേസ് അന്വേഷണത്തിന്റെ ചുമതല കൈമാറിയിരിക്കുന്നത്. ഈ വിജിലൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ്. അദ്ദേഹത്തിന് 1 കോടിയോളം രൂപയിലധികം 1 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതകൾ വിവിധ ബാങ്കുകളിലായി ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വിജയന്റെ ആത്മഹത്യയും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ നിയമനത്തിന് വേണ്ടി കോഴ എന്ന ആരോപണവും വിജിലൻസ് അന്വേഷിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ മരണത്തിൽ, അതായത് ആത്മഹത്യ ചെയ്തതിൽ സാമ്പത്തികം വലിയൊരു ഘടകമായിരുന്നു എന്നത് പോലീസിനും പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരവധി കടബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് വ്യക്തമായി. അതിനുശേഷം അദ്ദേഹത്തിന് 10ഓളം ബാങ്കുകളിൽ അദ്ദേഹത്തിന് ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഈ ബാങ്കുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും ഇദ്ദേഹത്തിന്റെ കടബാധ്യത സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വിജിലൻസ് കുറെ കൂടി സാമ്പത്തിക രംഗത്തെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ് അന്വേഷിക്കുക എന്നാണ് മനസ്സിലായിട്ടുള്ളത്. വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഈ അദ്ദേഹത്തിന്റെ മരണവും അതുപോലെ തന്നെ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോഴ ആരോപണം ഉണ്ടായിട്ടുണ്ട്, അതും അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മരണത്തിന് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ കാരണമായിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യത എന്തൊക്കെയാ, എങ്ങനെ വന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിജിലൻസ് അന്വേഷിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സൈഫുദ്ദീൻ. ശരി അനീസ്.